Parallel systems and computing. Parallel computing is an evolution of serial computing where the jobs are broken into discrete parts that can be executed concurrently. Parallel computing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ കമ്പ്യൂട്ടിംഗ് ആണ്. ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സിൽ അല്ലെങ്കിൽ ഒന്നിലധികം പ്രോസസ്സേഴ്സിൽ ഒരു പ്രോഗ്രാം ഡിസ്ക്രീറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരേ സമയം വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പാരലൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. കൺകറൻ്റ്ലി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇതിനെയാണ് ഡിവൈഡ് ചെയ്ത് ഓരോ പ്രോസസ്സേഴ്സിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. തമ്മിൽ എല്ലാ പ്രോസസ്സേഴ്സും തമ്മിൽ ഒരു സിങ്ക്രണൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്നതാണ് ടൈറ്റ്ലി കപ്പിൾഡ് സിസ്റ്റം. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് എല്ലാം ലൂസ്ലി കപ്പിൾഡ് സിസ്റ്റംസ് ആണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഫെയിൽ ആയിക്കഴിഞ്ഞാലും ബാക്കിയുള്ളതിനെ ബാധിക്കില്ലായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒന്ന് ഫെയിൽ ആയിക്കഴിഞ്ഞാലും ആ പ്രോഗ്രാം കംപ്ലീറ്റ് ഫെയിലാവും. കാര്യം ഇതൊരു ടൈറ്റ്ലി കപ്പിൾഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ. നെക്സ്റ്റ്, ഈച്ച് പാർട്ട് ഈസ് ഫർദർ ബ്രോക്കൺ ഡൗൺ ടു എ സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഈച്ച് പാർട്ട് എക്സിക്യൂട്ട് സൈമൾട്ടേനിയസ്ലി ഓൺ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ്. നമുക്കൊരു പ്രോഗ്രാം എടുക്കുന്ന സമയത്ത് പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യുമ്പം സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ആവുന്നത്. ഒരു പ്രോഗ്രാമിലുള്ള ഇൻസ്ട്രക്ഷൻസ്, ആ ഇൻസ്ട്രക്ഷൻസിനെയാണ് ഡിവൈഡ് ചെയ്ത് ഓരോ പ്രോസസ്സേഴ്സിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പാരലലി അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പാരലലി സൈമൾട്ടേനിയസ്ലി ആയിട്ടാണ് ഡിഫറെൻറ്റ് CPUസിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. മെമ്മറി ഇൻ പാരലൽ സിസ്റ്റംസ് ക്യാൻ എയ്തർ ബി ഷെയർഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ്. രണ്ട് രീതിയിലുള്ള മെമ്മറി യൂസ് ചെയ്യാറുണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി യൂസ് ചെയ്യാറുണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡ് മീൻസ് ഓരോന്നിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, അല്ലാതെ ഷെയർഡ് ആയിട്ടുള്ള മെമ്മറീസും യൂസ് ചെയ്യാറുണ്ട്. പാരലൽ കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡ് കൺകറൻസി ആൻഡ് സേവ് ടൈം ആൻഡ് മെമ്മറി. പാരലൽ കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് കാര്യം, ഒന്ന് പെട്ടെന്ന് പ്രോസസ്സിങ് ചെയ്ത് തീർത്ത് അതുവഴി മണി ലാഭിക്കാനും, അതുപോലെ കൺകറൻസി ഒരുപോലെ ചെയ്ത് എല്ലാത്തിലും ഒരുപോലെ ഡേറ്റ എത്തിക്കാനും സാധിക്കും. ഇവിടെ ഒരു പാരലൽ പ്രോസസ്സിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ ഡയഗ്രാമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഷെയർഡ് മെമ്മറി ഉണ്ട്, ദെൻ ഒരു ഇൻസ്ട്രക്ഷൻ സ്ട്രീം ഉണ്ട്, ദെൻ പ്രോസസ്സേഴ്സും ഉണ്ട്. നമ്മൾ ഈ ഷെയർഡ് മെമ്മറിയിലെ കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ സ്ട്രീമിനെ ഡിവൈഡ് ചെയ്ത് നമ്പർ ഓഫ് പ്രോസസ്സേഴ്സിൽ കൊടുക്കുകയും നമ്പർ ഓഫ് പ്രോസസ്സേഴ്സാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്ത് കൺട്രോളർ ഇൻസ്ട്രക്ഷൻ സ്ട്രീം അതിനെ യോജിപ്പിച്ച് തിരിച്ചൊരൊറ്റ പ്രോഗ്രാമായിട്ട് യൂസേഴ്സ് എത്തിക്കുകയാണ് ചെയ്യുന്നത്. പാരലൽ സിസ്റ്റംസ് ആർ മൾട്ടി പ്രോസസ്സർ സിസ്റ്റംസ് ആൾസോ നോൺ ആസ് ടൈറ്റ്ലി കപ്പിൾഡ് സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ടൈറ്റ്ലി കപ്പിൾഡ് സിസ്റ്റം. എല്ലാ പ്രോസസ്സേഴ്സും ഈവൻലി വർക്ക് ചെയ്യണം. കാര്യം ഒരുപോലെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിനെ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരെണ്ണം ഫെയിലായി കഴിഞ്ഞാലും നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എല്ലാം തമ്മിലുള്ള കോർഡിനേഷനെ സിങ്ക്രണൈസേഷൻ കൊണ്ടാണ് ആ ഒരു സിസ്റ്റം ടൈറ്റ്ലി കപ്പിൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. Parallel system deals with the simultaneous use of multiple computer resources that can be included single computer with multiple processors. A number of computers connected by a network to form a parallel processor, cluster or a combination of both. Simultaneous use of multiple computer resources can be included in single computer with നമുക്ക് പാരലൽ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് രീതിയിൽ പറയാം. ഒരു സിംഗിൾ കമ്പ്യൂട്ടർ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത് ആ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉള്ള പ്രോസസ്സേഴ്സ് സൈമൾട്ടേനിയസ്ലി ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനെ നമുക്ക് പാരലൽ സിസ്റ്റംസ് എന്ന് പറയാം. പാരലൽ സിസ്റ്റംസ് ആർ മോർ ഡിഫിക്കൽട്ട് ടു പ്രോഗ്രാം ദാൻ കമ്പ്യൂട്ടേഴ്സ് വിത്ത് എ സിംഗിൾ പ്രോസസ്സർ ബിക്കോസ് ദ ആർക്കിടെക്ചർ ഓഫ് പാരലൽ കമ്പ്യൂട്ടേഴ്സ് വേരീസ് അക്കോർഡിംഗ്ലി ആൻഡ് ദ പ്രോസസ്സേഴ്സ് ഓഫ് മൾട്ടി CPUs മസ്റ്റ് ബി കോർഡിനേറ്റഡ് ആൻഡ് സിങ്ക്രണൈസ്ഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നതിനേക്കാളും ഡിഫിക്കൽട്ടാണ് ഒരു പാരലൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ആർക്കിടെക്ചർ വേരി ആവുന്നത് എപ്പോഴും മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് മൾട്ടിപ്പിൾ CPUs തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് സിങ്ക്രണൈസ് ചെയ്ത് വേണം തമ്മിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സെവറൽ മോഡൽസ് ഓഫ് കണക്റ്റഡ് പ്രോസസ്സേഴ്സ് ആൻഡ് മെമ്മറി മോഡ്യൂൾസ് എക്സിസ്റ്റ്. ഒരുപാട് കണക്റ്റഡ് പ്രോസസ്സേഴ്സും മെമ്മറി മോഡൽസും ഉണ്ടാവും. ഈച്ച് ടോപ്പോളജി റിക്വയർ ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് മോഡൽസ്. ഓരോ ടോപ്പോളജി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പോളജീസിലായിരിക്കും, സ്ട്രക്ചറിലായിരിക്കും അതിനെ പ്രോഗ്രാം ചെയ്ത് വയ്ക്കുക. അത് ഡിഫറെൻറ്റ് മോഡലിലായിരിക്കും പ്രോഗ്രാം ചെയ്ത് വയ്ക്കുക. Fling's classification classified the computer based on parallelism in the
ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ സ്ട്രീം ഇൻസ്ട്രക്ഷനും വെച്ചിട്ട് ഫ്ലിങ്സ് ആണ് ക്ലാസിഫൈ ചെയ്തത് പാലിസത്തിനെ. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഇൻസ്ട്രക്ഷൻസെയും സിംഗിൾ ഡേറ്റ സ്ട്രീം. സിംഗിൾ ഇൻസ്ട്രക്ഷൻ സിംഗിൾ ഡേറ്റ സ്ട്രീമിൽ പറയുന്നത് സിംഗിൾ യൂണിക്കോർ പ്രോസസ്സർ എക്സിക്യൂട്ട് എ സിംഗിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം ടു ഓപ്പറേറ്റ് ഓൺ എ സിംഗിൾ ഡേറ്റ സ്റ്റോർഡ് ഇൻ എ സിംഗിൾ മെമ്മറി. സിംഗിൾ പ്രോസസ്സർ യൂസ് ചെയ്ത് സിംഗിൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത ഡേറ്റയെ എക്സിക്യൂട്ട് ചെയ്യുക. ഈ ആർക്കിടെക്ചറിനെ പറയുന്നത് നോൺ ഹ്യൂമൻ ആർക്കിടെക്ചർ എന്നാണ്. അപ്പോൾ എന്താണ് സിംഗിൾ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്ത് സിംഗിൾ മെമ്മറിയിലുള്ള ഡേറ്റയെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. ഇത് പാരലലിസം അല്ല. അപ്പോൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പറയുന്നത് സിംഗിൾ ഇൻസ്ട്രക്ഷൻസെയും മൾട്ടിപ്പിൾ ഡേറ്റ. It described with multiple processing elements that perform same operation on multiple data points simultaneously. സെയിം ഓപ്പറേഷൻസ് മൾട്ടിപ്പിൾ ഡേറ്റയിൽ സൈമൾട്ടേനിയസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് സിംഗിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം മൾട്ടിപ്പിൾ ഡേറ്റ സ്ട്രീം എന്ന് പറയുന്നത്. സെയിം ഓപ്പറേഷൻ മീൻസ് സിംഗിൾ ഇൻസ്ട്രക്ഷൻ ഓൺ മൾട്ടിപ്പിൾ ഡേറ്റ സ്ട്രീം, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡേറ്റയിൽ എക്സിക്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം സിംഗിൾ ഡേറ്റ. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് സിംഗിൾ ഡേറ്റയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് സിംഗിൾ ഡേറ്റ സ്ട്രീം ആർക്കിടെക്ചർ പറയുന്നത്. മീൻസ് മെനി ഫങ്ഷണൽ യൂണിറ്റ് പെർഫോം ഡിഫറെൻറ്റ് ഓപ്പറേഷൻ ഓൺ സെയിം ഡേറ്റ. നെക്സ്റ്റ് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം മൾട്ടിപ്പിൾ ഡേറ്റ സ്ട്രീം. ഇതിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേറ്റയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ ഡേറ്റ സ്ട്രീം പറയുന്നത്. ദ മോസ്റ്റ് generic parallel processing architecture where any type of distributed application can be programmed. Multiple autonomous processes execute in parallel, working on independent streams of data. The application logic run on these processes can also be very different. ഇതിൽ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടേഴ്സ് മൾട്ടിപ്പിൾ ഡേറ്റ ഓപ്പറേഷൻസ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡേറ്റയിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആണ് പാരലലിസത്തിന് വേണ്ടിയിട്ട് കൂടുതൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകൂടെ പറയാം, നമ്മുടെ പാരലലിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒരു പ്രോഗ്രാം തന്നെ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സിൽ സൈമൾട്ടേനിയസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ച് റിസൾട്ട് കിട്ടുന്നതിനെയാണ് പാരലൽ സിസ്റ്റംസ് എന്ന് പറയുക. ഫ്ലിൻസ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻസും ഡേറ്റാസും വെച്ചിട്ട്. സിംഗിൾ ഇൻസ്ട്രക്ഷൻ സിംഗിൾ ഡേറ്റയുണ്ട്, ഒറ്റ മെമ്മറിയിൽ ഒറ്റ ഓപ്പറേഷൻസ്. മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ സിംഗിൾ ഡേറ്റ ഉണ്ട്, മൾട്ടിപ്പിൾ ഓപ്പറേഷൻ സിംഗിൾ ഡേറ്റയിൽ സെയിം ഡേറ്റയിൽ. അതുപോലെ സെയിം ഡേറ്റ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് സെയിം ഡേറ്റ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് സെയിം ആയിട്ടുള്ള ഡേറ്റയിൽ പെർഫോം ചെയ്യുന്നതുണ്ട്. ലാസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി ഇൻസ്ട്രക്ഷൻസ് മൾട്ടിപ്പിൾ ഡേറ്റ സ്ട്രീം, മൾട്ടിപ്പിൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേറ്റയിൽ പാരലലായിട്ട് ഓട്ടോണമസ് സിസ്റ്റത്തിൽ പെർഫോം ചെയ്യുന്ന രീതിയിൽ. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻസ് പറയുന്നത്.